കുറേ കാലത്തിന് ശേഷം ഞാനൊരു നീണ്ട വീഡിയോ ഇടാൻ പോവുകയാണ്. ഡാൻസിൻ്റെ തിരക്ക് കാരണം ക്ലാസ് കാരണം ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ടൂറൊന്നും പറയാനില്ല, ഒരു വെറുതെ ഒരു തിരുവനന്തപുരം കറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ വന്നാൽ എപ്പോൾ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മാത്രമേ പോകാറുള്ളൂ. എപ്പോൾ ഞാൻ വിചാരിക്കും ലുലുവിൽ പോകണം, ലുലു മാളിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇതുവരെ പോകാൻ കൂടിയിട്ടില്ല. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ കൂടെയുള്ള ആളും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ വെച്ചെന്നാലും നമുക്ക് അവിടെ എന്തായാലും പോയിക്കളാം. നമുക്ക് ട്രെയിനിന് കുറേ ടൈമുണ്ട് പോകാനും. അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ മേടിച്ചിട്ടാണ് പോയത്. നല്ലൊരു ഓട്ടോ ചേട്ടനാണ്, നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, ഡീറ്റെയിൽസും അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ കാണുന്ന ലുലു മാളിൻ്റെ ഭാഗം. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ എൻട്രൻസിലേക്ക് കയറുന്നതാണ്. ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും വിചാരിക്കും പോകണമെന്ന്. കുറേ ആൾക്കാരെ വ്ളോഗിലും ഒക്കെ കാണാറുള്ളൂ ഈ സ്ഥലം. ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. തിരുവനന്തപുരം വന്നിട്ട് ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. തിരുവനന്തപുരം എത്രയോ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേങ്കിൽ ഇവിടെ വരാൻ കൂടാറേ ഇല്ല. അപ്പം ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ അങ്ങനെ നമ്മളും അങ്ങനെ ഈ മാളിലേക്ക് എത്തി. അപ്പോൾ ഒരു ഓട്ടോ ചേട്ടൻ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ എൻ്റെ എൻട്രൻസിലേക്ക് കയറി. അങ്ങനെ നമ്മൾ ഉള്ളിലെത്തി. കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുക. ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിന്, ഇങ്ങനെയാണെന്നൊക്കെ. ഓരോ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരിട്ട് ഞാൻ കണ്ടു. എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഇവിടെ കാണണം, ഇവിടെ വരണം. ഒന്നും പർച്ചേസിങ്ങിനോ ഒന്നുമല്ല, പർച്ചേസിങ് ചെയ്യണം എന്നൊക്കെ ആശയാണ്, പക്ഷേ അതിനൊന്നും ഇവിടെ ടൈം ഉണ്ടായിരുന്നില്ല. നമ്മൾ വെറുതെ വന്ന് കണ്ടിട്ട് വേഗം പോകാമെന്നില്ല, അപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിന് ടൈമാവും. അങ്ങനെ നമ്മൾ ഫുള്ള് ഓരോ ആൾക്കാർ ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും എല്ലാം കണ്ട് എല്ലാ നല്ല ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫുഡ് കോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. ഫുഡ് കോർട്ട് ഏറ്റവും മുകളിലാണ്. അങ്ങനെ ഫുഡ് കോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ പോയാലും നമുക്ക് ഭക്ഷണമാണല്ലോ മുഖ്യം എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ 1-ാം നില കയറി, 2-ാം നിലയും കയറി, 4-ാമത്തെ നിലയിലാണ് ഫുഡ് കോർട്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് എടുത്താലും തീരാത്ത കാഴ്ചകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാഴ്ചകളുണ്ട്. കുറേ വീഡിയോ ഞാൻ കവറാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ കുറേ നമുക്ക് കാഴ്ചകൾ ഫോണിലേക്ക് പകർത്താൻ പറ്റാത്തതുമുണ്ട്. അങ്ങനെ കുറേ നടക്കാനുണ്ട്. കുറേ നടന്ന് അങ്ങനെ നമ്മൾ ഇവിടത്തം വരെ എത്തി. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡ് കോർട്ടിൻ്റെത് കാണുന്നത് തന്നെ. അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. നമുക്ക് അവിടുത്തെ സിസ്റ്റമാറ്റിക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അത്ര അറിയില്ല. നമ്മൾ തലശ്ശേരിയിലൊക്കെ ഇതൊക്കെ ചെറിയൊരു മാളാണ്. അപ്പം ഇവിടുത്തെ സിസ്റ്റമാറ്റിക് കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്ക് കാര്യങ്ങളറിയാം. പക്ഷേ നമുക്ക് എന്തായാലും വായിക്കാൻ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ KFC പോകുന്നത്. KFC കഴിക്കണമെന്ന് കുറേ ആഴ്ചയില്ലായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ സെൽഫ് ഓർഡർ ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഫുഡിന്. അങ്ങനെ നമ്മൾ KFC ആണ് ഓർഡർ ചെയ്തത്. അപ്പം കുറേ കാലം ശേഷം ബ്രോസ്റ്റഡിലേക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നു. ബർഗറിനും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ 1-ാമത്തെ ഘട്ടം തീർന്നു. ഇനി 2-ാമത്തെ ഘട്ടത്തിലേക്ക് പോകണം. അത് തീർന്നിട്ട് വേണം 2-ാമത്തെ ഘട്ടം തീരാൻ. അപ്പം അതിനാണ് ഞാൻ വെയിറ്റിങ്ങിലാണ്. ബർഗർ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നഗ്ഗറ്റ്സ് ഒക്കെ ഉള്ളത്. പക്ഷേ നഗ്ഗറ്റ്സ് ഉള്ളത് അവിടെ ഇല്ല. ഞാൻ ബ്രോസ്റ്റഡ് ചിക്കൻ്റെതാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ വെച്ചു, അയ്യോ ഇത്ര വലുതുണ്ടല്ലേ, ഞാൻ ഇത്ര തിന്നു തീർക്കുമെന്ന് വെച്ചു. നേരിട്ട് കിട്ടിയപ്പം ആകെ എൻ്റെ വിരലിൻ്റെ നീളമേ ഉണ്ടായി. അങ്ങനെ ഞാൻ ഒന്ന് കഴിച്ചു. അങ്ങനെ ബർഗർ കഴിക്കാനുള്ള ഒരു പൂതി ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. ഇതൊക്കെ കഴിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുക്കണം കേട്ടോ. ഞാൻ വൃത്തിയിലൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല. നമ്മളാകെ മൊത്തത്തിൽ പേരങ്ങ് ഫേസൊക്കെ. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു, പെപ്സിയൊക്കെ കുടിച്ചു. നമ്മൾ തിരിച്ച് വീണ്ടും തലശ്ശേരിയിലേക്ക് മടങ്ങുന്നതാണ്.